സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഹാകവി പി സാഹിത്യ പുരസ്കാരം സി രേഷ്മിക്ക് മെയ് 25 വൈകിട്ട് 4 മണിക്ക് പി സ്മാരക മന്ദിരത്തിൽ എഴുത്തുകാരൻ മാങ്ങാട് രത്നാകരൻ നിർവഹിക്കും. വെള്ളിക്കുത്ത് നെഹ്റു ബാലവേദി സർഗവേദി പ്രഥമ വിദ്വാൻ പി പുരസ്കാര വിതരണവും 45ാമത് വാർഷികാഘോഷവും നടന്നു. യങ് മെൻസ് ക്ലബിൽ നടന്ന പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്മർ ആർട്സ് എക്സിബിഷനോ തുടക്കമായി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിലാണ് പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച സംഭവത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. മെയ് 15 വ്യാഴാഴ്ച കുടുംബവും കർമ്മസമിതിയും ആശുപത്രിക്ക് മുന്നിൽ നിരാഹാരമിരിക്കും. പ്രശസ്ത വിഷചികിത്സാ വിദഗ്ധനായ നീലേശ്വരം ചിറപ്പുറത്തെ ഡോക്ടർ ഹരിദാസ് വേർക്കോട്ട് അന്തരിച്ചു. കോഴിക്കോട് മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു മരണം. കാസർഗോഡ് ജില്ലയിൽ പാമ്പുകടിയേറ്റാൽ മതിയായ ചികിത്സയ്ക്ക് സൗകര്യമില്ലാതിരുന്ന കാലത്ത് ഏക ആശ്രയം ഡോക്ടർ ഹരിദാസിന്റെ ചിറപ്പുറത്തെ ക്ലിനിക്കായിരുന്നു. കൊളവയൽ അടിമയിൽ ശാക്തേയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കിഴക്കുംകര ശ്രീ ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. വാർത്തകൾ വിശദമായി. മഹാകവി പി സാഹിത്യ പുരസ്കാരം സി രേഷ്മിക്ക് മെയ് 25 വൈകിട്ട് 4 മണിക്ക് പി സ്മാരക മന്ദിരത്തിൽ എഴുത്തുകാരൻ മാങ്ങാട് രത്നാകരൻ നിർവഹിക്കും. മഹാകവി പി സ്മാരക സമിതി ഏർപ്പെടുത്തിയ 2025 പി സാഹിത്യ പുരസ്കാരം സി രേഷ്മിയുടെ ബോർഡർ ലൈൻ എന്ന കവിതാ സമാഹാരത്തിന് നൽകും. 20,000 രൂപയും വിവേക് ബോവിക്കാനം രൂപകൽപ്പന ചെയ്ത കവിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഫലകവുമാണ് പുരസ്കാരമായി നൽകുക. പി സ്മാരക സമിതി നൽകുന്ന 4ാമത് പുരസ്കാരമാണിത്. 40 വയസ്സിന് താഴെയുള്ള കവികളുടെ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കൃതികളാണ് ഇത്തവണ അവാർഡിനായി പരിഗണിച്ചത്. കെ വി മണികണ്ഠദാസ്, പത്മനാഭൻ ബ്ലാത്തൂർ, ഡോക്ടർ പി കൃഷ്ണദാസ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാരം നിർണയിച്ചത്. പിയുടെ ജീവിതത്തെക്കുറിച്ച് പല സംഭാഷണങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് മാങ്ങാട് രത്നാകരൻ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വളരെ പ്രധാനമാണ് ഈ വർഷത്തെ ഈ പുരസ്കാര ചടങ്ങിൽ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാങ്ങാട് രത്നാകരൻ അതിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ളത് കഴിഞ്ഞ വർഷം 2024 ഗ്രന്ഥശാല സംഘം നടത്തിയിട്ടുള്ള സംസ്ഥാനതല നാടകം 2024-25 തന്നെ ഗ്രന്ഥശാല സംഘം നടത്തിയിട്ടുള്ള സംസ്ഥാനതല അമേച്വർ നാടക മത്സരത്തിൽ 2ാം സ്ഥാനം ലഭിച്ചത് മഹാകവി പി വായനശാല, നമ്മുടെ വായനശാലയുടെ നാടക സംഘത്തിനാണ്. പുരസ്കാര വിതരണം കവിയുടെ 48ാമത് ചരമവാർഷികത്തിന്റെ ഭാഗമായി മെയ് 25 വൈകിട്ട് 4 മണിക്ക് പി സ്മാരക മന്ദിരത്തിൽ എഴുത്തുകാരൻ മാങ്ങാട് രത്നാകരൻ നിർവഹിക്കും. തുടർന്ന് അദ്ദേഹം പി സ്മാരക പ്രഭാഷണം നടത്തും. ഡോക്ടർ പി കൃഷ്ണദാസ് അവാർഡ് ലഭിച്ച കൃതി പരിചയപ്പെടുത്തും. ലൈബ്രറി കൌൺസിൽ സംസ്ഥാനതല നാടക മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ മഹാകവി പി വായനശാല ഗ്രന്ഥാലയത്തിന്റെ നാടക പ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ നൽകും. നാടകകൃത്ത് രാജ്മോഹൻ നീലേശ്വരം അനുമോദന ഭാഷണം നടത്തും. കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് നാടക പ്രവർത്തകർക്ക് ഉപഹാരങ്ങൾ നൽകും. മഹാകവി പിയുടെ മക്കളായ രവീന്ദ്രൻ മാസ്റ്റർ, ലീല ടീച്ചർ, രാധമ്മ എന്നിവരെ ആദരിക്കും. പി മുരളീധരൻ അധ്യക്ഷനാകും. പുരസ്കാര ജേതാവ് സി രേഷ്മ, നാടക പ്രവർത്തകൻ ഗോവിന്ദരാജ് എന്നിവർ സംസാരിക്കും. ഡോക്ടർ കെ വി സജീവൻ സ്വാഗതവും സി പി ശുഭ നന്ദിയും പറയും. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ കെ വി സജീവൻ, പി മുരളീധരൻ, കുഞ്ഞിക്കണ്ണൻ കക്കാനത്ത്, പപ്പൻ കുട്ടമത്ത്, സി പി ശുഭ, കെ പ്രസേനൻ, എം കണ്ണൻ നായർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കുത്ത് നെഹ്റു ബാലവേദി സർഗവേദി പ്രഥമ വിദ്വാൻ പി പുരസ്കാര വിതരണവും 45ാമത് വാർഷികാഘോഷവും നടന്നു. യങ് മെൻസ് ക്ലബിൽ നടന്ന പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വെള്ളിക്കുത്ത് നെഹ്റു ബാലവേദി സർഗവേദി പ്രഥമ വിദ്വാൻ പി പുരസ്കാര വിതരണവും 45ാമത് വാർഷികാഘോഷവും നടന്നു. യങ് മെൻസ് ക്ലബിൽ നടന്ന പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ സി വി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ അന്ത്യം
നമ്മൾ ഇപ്പോഴും ആലോചിക്കുമ്പോൾ പോലും വളരെ ദുഃഖകരമാണ്. എന്തിന് എന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. പി കുഞ്ഞിരാമൻ നായർ ചോദിച്ചിട്ടുണ്ട്, എന്തിന് കേളുവേട്ടൻ ഈ കടുങ്കൈ ചെയ്തു എന്ന് പി അദ്ദേഹത്തിൻ്റെ കൃതിയിൽ ചോദിച്ചിട്ടുണ്ട്. എന്ത് പ്രതികരണങ്ങളാണ് ആ മരണം ഉളവാക്കിയത് എന്നതിൽ നിന്ന് നമുക്കറിയാം. എന്തോ വലിയ നടുക്കമാണ് അത് ഈ പ്രദേശങ്ങളിൽ ഉണ്ടാക്കിയത് എന്നുള്ളത്. സർഗവേദി രക്ഷാധികാരി അഡ്വക്കേറ്റ് പി നാരായണൻ അധ്യക്ഷത വഹിച്ചു. വിദ്വാൻ പി സ്മാരക പ്രഥമ അവാർഡ് മരണാനന്തര ബഹുമതിയായി പ്രശാന്ത് നാരായണന് നൽകി. പ്രശാന്തിന്റെ പത്നിയും സാഹിത്യ പ്രവർത്തകയുമായ കല സാവിത്രി പുരസ്കാരം ഏറ്റുവാങ്ങി. നാടകപ്രവർത്തകൻ ശ്രീജിത്ത് രമണൻ പ്രശാന്ത് നാരായണൻ അനുസ്മരണ ഭാഷണം നടത്തി. എഴുത്തുകാരനും ഗ്രന്ഥലോകം ചീഫ് എഡിറ്ററുമായ PVK പനയാൽ ചടങ്ങിലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ, ഡോക്ടർ പി വിധു ശേഖർ, EV ഹരിദാസ്, ചന്ദ്രൻ കരുവാക്കോട്, വിനീഷ് ബാബു, രാജീവ് ഗോപാൽ, ആനന്ദ് പത്മൻ എന്നിവർക്കുള്ള അനുമോദനവും സംഘടിപ്പിച്ചു. സംസ്ഥാന കേരളോത്സവ വിജയികൾക്കുള്ള അനുമോദനവും നൽകി. ശശിധരൻ, സജിത, സുനിൽ എന്നിവർ അവാർഡ് ജേതാക്കളെ പരിചയപ്പെടുത്തി. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് K സബീഷ്, സർഗവേദി രക്ഷാധികാരി P മുരളീധരൻ മാസ്റ്റർ, യങ് മെൻസ് ക്ലബ് പ്രസിഡന്റ് PP കുഞ്ഞികൃഷ്ണൻ നായർ, സഹരക്ഷാധികാരി K ഗോപി, UAE കമ്മിറ്റി ട്രഷറർ പ്രവീൺ, വനിതാവേദി പ്രസിഡന്റ് ആതിര PP, ബാലവേദി പ്രസിഡന്റ് അർജുൻ KV എന്നിവർ സംസാരിച്ചു. സർഗവേദി പ്രസിഡന്റ് രാജേഷ് KV സ്വാഗതവും സെക്രട്ടറി പ്രജിത് BK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സമ്മർ ആർട്സ് എക്സിബിഷന് തുടക്കമായി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. ഐറിസ് ആർട്ട് സെന്റർ സംഘടിപ്പിക്കുന്ന സമ്മർ ആർട്ട് എക്സിബിഷൻ കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. 2025 മെയ് 12 മുതൽ 15 വരെ നടക്കുന്ന പ്രദർശനത്തിൽ 50 കുട്ടികളുടെ രചനകളാണ് പ്രദർശിപ്പിക്കുന്നത്. രേഖാചിത്രങ്ങൾക്ക് പ്രാധാന്യം നൽകി ഐറിസ് ആർട്ട് സെന്റർ സംഘടിപ്പിച്ച വിവിധ വർക്ക്ഷോപ്പുകളിൽ നിന്നും തെരഞ്ഞെടുത്ത പെൻസിൽ, ചാർക്കോൾ, മഷി പെൻ എന്നിവ ഉപയോഗിച്ച് കുട്ടികൾ വരച്ച 60 ചിത്രങ്ങൾ പ്രദർശനത്തിൽ ഉൾപ്പെടുന്നു. അച്ഛനെയും അമ്മയെയും മോഡലാക്കി ദേവദർശൻ വരച്ച സ്കെച്ചുകൾ, ധാർമ്മിക് സൂര്യ വരച്ച തെയ്യം രേഖാചിത്രങ്ങൾ, അഭിരാമിയുടെ കാർട്ടൂൺ രചനകൾ, ദേവനന്ദ വരച്ച പരിസര പഠന രേഖാചിത്രം എന്നിവ പ്രദർശനത്തിലെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. പെർഫോമൻസ് ആർട്ടിസ്റ്റ് ദിലീപ് ചിലങ്ക പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഒരു സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യം അത് ഓരോ കുട്ടികളെയും കാണാൻ പറ്റി. അതിൽ ഓരോ കുട്ടികൾ വരച്ച സമയം, സന്ദർഭം, അവരുടെ ഒരു ഭാവന, ഇതൊക്കെ കാണാൻ പറ്റുക എന്ന് പറയുന്നത് അല്ലെ, നിങ്ങൾക്ക് അറിയാലോ. ഒരാൾ ചിത്രം കണ്ട അത് എന്റെ ചിത്രമാണെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സ്ഥാനത്തുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള പരിപാടിയാണ്. സത്യത്തിൽ ബേസിക്കലി ആർട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷൻ ആണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. നമ്മളുടെ മനസ്സിലും പിന്നെ എന്താ പറയാ ഓർമ്മയിലൊക്കെ ഉള്ള ഒരു എക്സ്പ്രഷൻ ആണ് ഒരു ആർട്ട് എന്ന് പറയുന്നത്. അത് ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ ആ പ്രാക്ടീസ് തന്നെയാണ് ഒരു എന്താ പറയാ ഒരു പെർഫോമൻസിലേക്കോ ഒരു ആർട്ട് രൂപത്തിലേക്കോ ഉണ്ടായി വരുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിനോദ് അമ്പലത്തറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ശുഭ, പ്രസാദ് കാനത്തുങ്കാൽ, ലിതു രാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച സംഭവത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. മെയ് 15 വ്യാഴാഴ്ച കുടുംബവും കർമ്മസമിതിയും ആശുപത്രിക്ക് മുന്നിൽ നിരാഹാരമിരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച സംഭവത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധിച്ച് കുടുംബവും കർമ്മസമിതിയും ഈ മാസം 15 വ്യാഴാഴ്ച നിരാഹാരമിരിക്കും. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ 12 മണിക്കൂർ ആശുപത്രിക്ക് മുന്നിലാണ് നിരാഹാരമിരിക്കുക. ചിത്താരി ചേറ്റുകുണ്ടിലെ പ്രവാസിയായ സാഗരന്റെ ഭാര്യ ദീപ നോർത്ത് കോട്ടച്ചേരി പത്മ പോളിക്ലിനിക്കിൽ മരിച്ച സംഭവത്തിലാണ് നിരാഹാരം. ചികിത്സിച്ച ഡോക്ടർ രേഷ്മ സുവർണയുടെ പിഴവ് മൂലമാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളും കർമ്മസമിതി ഭാരവാഹികളും ആരോപിക്കുന്നത്. മെഡിക്കൽ ബോർഡ് ഇതിന്റെ അന്വേഷണം നടത്തും. അത് അങ്ങനെയാണ് ഇത് ചെയ്യുക. ഒരാളല്ല, മെഡിക്കൽ ബോർഡാണ് അന്വേഷണം നടത്തുക. അത് പിന്നെ അതിന് കെമിക്കൽ റിപ്പോർട്ട് അടക്കം അതിന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വിവിധ ആശുപത്രികളിലെ ചികിത്സയ്ക്കിടെ ഡോക്ടർക്കുണ്ടായ പിഴവുകളും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.
ഡോക്ടറുടെ അനാസ്ഥ കാരണം കുഞ്ഞിന് വൈകല്യം ബാധിച്ച മൂലക്കണ്ടത്തെ യുവതിയും ഭർത്താവും കർമ്മസമിതിക്കൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഫെബ്രുവരി 4 പുലർച്ചെയാണ് ദീപ മരിച്ചത്. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ദീപയ്ക്ക് രക്തസമ്മർദ്ദവും ഓക്സിജന്റെ അളവും കുറഞ്ഞിരുന്നു. ഈ സമയത്ത് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് നിശ്ചയിക്കുകയും ചെയ്തു. പെൺകുഞ്ഞിനെ പുറത്തെടുക്കുകയും ചെയ്തു. എന്നാൽ ഈ കാര്യങ്ങളൊന്നും ബന്ധുക്കളെ അറിയിച്ചില്ലെന്നും ശസ്ത്രക്രിയയ്ക്ക് രക്തത്തിന്റെ ആവശ്യമുള്ളതും അറിയിച്ചില്ലെന്നും പ്രസവത്തോടെ ദീപയുടെ സ്ഥിതി വഷളായെന്നും ഉടൻ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശിച്ചതായും വാർത്താസമ്മേളനത്തിൽ ഇവർ പറഞ്ഞു. എന്നാൽ കുട്ടി മരിച്ച കാര്യം അറിയിച്ചിരുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. കുഞ്ഞ് രാത്രി തന്നെ മരിച്ചുവെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞതെന്നും ഇവർ പറയുന്നു. പരിയാരത്തെത്തി ഗർഭപാത്രം നീക്കാനുള്ള ശസ്ത്രക്രിയ നടത്തിയെന്നും പിന്നാലെ മരിച്ചെന്നുമാണ് പറഞ്ഞത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഡോക്ടറുടെയും ആശുപത്രി അധികൃതരുടെയും വീഴ്ചയെ തുടർന്നാണ് ദീപ മരിച്ചതെന്നും കർമ്മസമിതി ഭാരവാഹികൾ പറഞ്ഞു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റും കർമ്മസമിതി ചെയർമാനുമായ എം കുമാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വർക്കിംഗ് ചെയർപേഴ്സണുമായ നാസ്നിം വഹാബ്, പി കെ അബ്ദുള്ള, സുകുമാരൻ പൂച്ചക്കാട്, കെ സോഹൻ, ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് എന്നിവർ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രശസ്ത വിഷചികിത്സാ വിദഗ്ധനായ നീലേശ്വരം ചിറപ്പുറത്തെ ഡോക്ടർ ഹരിദാസ് വേർക്കോട്ട് അന്തരിച്ചു. കോഴിക്കോട് മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു മരണം. കാസർഗോഡ് ജില്ലയിൽ പാമ്പു കടിയേറ്റാൽ മതിയായ ചികിത്സയ്ക്ക് സൗകര്യമില്ലാതിരുന്ന കാലത്ത് ഏക ആശ്രയം ഡോക്ടർ ഹരിദാസിന്റെ ചിറപ്പുറത്തെ ക്ലിനിക്കായിരുന്നു. അലോപ്പതിക്കൊപ്പം പാമ്പ് വിഷ ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രത്യേക പഠനം നടത്തിയ ആളാണ് ഡോക്ടർ ഹരിദാസ്. കൊളവയൽ അടിമയിൽ ശാക്തേയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അടിമയിൽ ശാക്തേയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കുട്ടിച്ചാത്തൻ, ഭൈരവൻ, പൊട്ടൻ തെയ്യം, കുറത്തിയമ്മ, ചാമുണ്ടേശ്വരി, വിഷ്ണുമൂർത്തി, രക്തേശ്വരി, ഗുളികൻ ദൈവം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വിദേശികളടക്കം നിരവധി ഭക്തജനങ്ങളാണ് ദർശന സായുജ്യം നേടാനായി ക്ഷേത്രസന്നിധിയിലെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുങ്കര ശ്രീ ചിരിച്ചൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിനം തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. മഹോത്സവത്തിന്റെ ഭാഗമായി മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കിഴക്കുങ്കര ചിരിച്ചൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് സമാപനമായത്. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. നിരവധി ആളുകളാണ് തിരുവപ്പന വെള്ളാട്ട മഹോത്സവം ദർശിക്കുവാനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KLEO കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ തദ്ദേശ ജീവന സംരക്ഷണ യാത്രയ്ക്ക് തുടക്കമായി. യാത്രയുടെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിൽ നടന്നു. പഞ്ചായത്തി രാജ് നിയമത്തിന്റെയോ അധികാര വികേന്ദ്രീകരണത്തിന്റെയോ അന്തസത്തയ്ക്ക് നിരക്കുന്ന തരത്തിലല്ല സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളോട് ഇടപെടുന്നതെന്നും നിരന്തരമായി വാർഷിക പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് വികസന പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നതെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ MP കുറ്റപ്പെടുത്തി.
തദ്ദേശ പൊതു സർവീസിലെ ജീവനക്കാരെ ദോഷകരമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത സർക്കാർ നിലപാടുകൾക്കെതിരെയും തദ്ദേശ സ്ഥാപനങ്ങളെ തകർക്കുന്ന സർക്കാർ നയങ്ങൾക്കെതിരെയും കേരള ലോക്കൽ ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള തദ്ദേശ ജീവന സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് ഡൽഹിയിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നപ്പോൾ ബെന്നി ബെഹനാന്റെ വാഹനത്തിലാണ് എന്നെ കാസർഗോട്ടേക്ക് സ്റ്റേഷൻ കൊണ്ടുപോയിട്ടത്. അന്ന് ബെന്നിയുമായി നൈറ്റുമായി കൂടുതൽ അടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. അദ്ദേഹം ഈ സംഘടനയുടെ പ്രസിഡന്റാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ക്ഷണിച്ച ഈ യോഗത്തിന് വരാമെന്ന് ഞാൻ സമ്മതിച്ചതാണ്. നിങ്ങൾക്കറിയാം, ഇന്ന് തിരുവനന്തപുരത്ത് ഒരു വലിയ ചടങ്ങ് നടക്കുകയാണ്. കഴിഞ്ഞ 4 വർഷക്കാലം കോൺഗ്രസ് പ്രസ്ഥാനത്തെ സ്തുത്യർഹമായി നയിച്ച ശ്രീ കെ സുധാകരൻ മാറി ശ്രീ സണ്ണി ജോസഫ് അധികാരം ഏറ്റെടുക്കുന്ന ചടങ്ങ്. സംസ്ഥാന പ്രസിഡന്റ് നൈറ്റോ ബേബി അരീക്കൽ അധ്യക്ഷത വഹിച്ചു. ജീവനക്കാരുടെ ശമ്പളം, സ്ഥലം മാറ്റം, ഉദ്യോഗ കയറ്റം, പ്രോബ്ലം ഫണ്ട്, അവധി തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ ജീവനക്കാർക്കെതിരാണെന്നും കഴിഞ്ഞ 19 മാസക്കാലമായി ശമ്പളം ലഭിക്കാത്ത ജീവനക്കാർ പോലും ഇന്ന് വകുപ്പിലുണ്ടെന്നും സ്പാർക്ക അധിഷ്ഠിത ഓഫീസിലേക്ക് സ്ഥലം മാറ്റപ്പെട്ട മുനിസിപ്പൽ ജീവനക്കാർക്ക് താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകുന്ന ഹെഡിൽ നിന്നും ശമ്പളം മാറി നിൽക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ ജീവനക്കാരുടെ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ പരാജയപ്പെട്ട തദ്ദേശ പൊതു സർവീസ് പിൻവലിക്കുകയോ അല്ലായെങ്കിൽ അപാകത പരിഹരിച്ച് ജനങ്ങൾക്കും ജീവനക്കാർക്കും ഉപകാരപ്രദമായി നടപ്പിലാക്കുകയോ ചെയ്യണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. KPCC സെക്രട്ടറി M. അസിനാർ, ജോസഫ് മുത്തോലി, പ്രവീൺ തോയമ്മൽ, സതീശൻ പരക്കാട്ടിൽ, P. ജയരാജൻ, VM രാജേഷ്, N. അജയ്കുമാർ, ബിനു വർഗീസ്, A. കരുണാകരൻ, ജയകൃഷ്ണൻ ചുങ്കത്ത്, G. ജ്യോതികുമാർ, HL അജീഷ് ഖാൻ, സുനിത KV, സിന്ധു SN എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോൺ K. സ്റ്റീഫൻ സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് V. ദീപാമോൾ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ബല്ലാക്കടപ്പുറം വെസ്റ്റ് ബല്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബല്ലാക്കടപ്പുറം MCBM ALP സ്കൂൾ ടോപ്പീസ് ഗ്രൗണ്ടിൽ നടന്നുവന്ന CP ഉസ്മാൻ സ്മാരക ഗോൾഡൻ കപ്പിന് സമാപനം. ബേക്കൽ ബ്രദേഴ്സ് ചാമ്പ്യന്മാരായി. ബല്ലാക്കടപ്പുറം വെസ്റ്റ് ബല്ല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ബല്ലാക്കടപ്പുറം MCBM ALP സ്കൂൾ ടോപ്പേഴ്സ് ഗ്രൗണ്ടിൽ നടന്നുവന്ന ബെസ്റ്റ് ഗോൾഡ് ദുബായ് നൽകിയ 1 ലക്ഷം രൂപ പ്രൈസ് മണിക്കും ഇട്ടമ്മൽ ബ്രദേഴ്സ് ക്ലബ് നൽകിയ CP ഉസ്മാൻ സ്മാരക ഗോൾഡൻ കപ്പിൽ ബേക്കൽ ബ്രദേഴ്സും ചാമ്പ്യന്മാരായി. ഫൈനൽ മത്സരത്തിൽ ജോളി തായന്നൂരിനെയാണ് ബേക്കൽ ബ്രദേഴ്സ് തോൽപ്പിച്ചത്. ഫൈനൽ മത്സരത്തിൽ ഹോസ്ദുർഗ് സബ് ഇൻസ്പെക്ടർ ഷാരാംഗതൻ മുഖ്യാതിഥിയായി. ഇത്രയും ആൾക്കാരെ ഈ സന്ധ്യാസമയത്ത് ഉച്ച മുതൽ ഇങ്ങോട്ടുള്ള സമയത്ത് ഇവിടെ കൂടിച്ചേർക്കാൻ പറ്റി എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KB കുട്ടി ഹാജി, M. ഇബ്രാഹിം, നിസാർ ഇട്ടമൽ അതിഥികളായെത്തി. ജേതാക്കൾക്ക് MK അബൂബക്കർ ഹാജി ട്രോഫിയും പ്രൈസ് മണിയും സമ്മാനിച്ചു. സംഘാടക സമിതി ചെയർമാൻ V. അബ്ദുൾ ഖാദർ ഹാജി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുള്ളൻ മൃഗങ്ങൾ എന്നും ആളുകളിൽ കൗതുകം ഉണർത്തുന്നതാണോ? കാസർഗോഡൻ കുള്ളൻ പശുക്കളെ പറ്റി ധാരാളം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ വ്യത്യസ്തമാർന്ന കുള്ളനാടുകളാണ് ഇന്നത്തെ താരം. രാജേഷ് ചോട്ടമല തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കാസർഗോഡൻ കുള്ളനാടുകൾ കൗതുകമാവുകയാണ്. കാസർഗോഡൻ കുള്ളൻ പശുക്കളെപ്പറ്റി നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. എന്നാൽ കുള്ളൻ ആടുകളെപ്പറ്റി അധികമാരും കേട്ടിട്ടുമുണ്ടാകില്ല, കണ്ടിട്ടുമുണ്ടാകില്ല. കാസർഗോഡ് ജില്ലയിലെ കിഴക്കൻ മലയോര ഗ്രാമമായ പനത്തടി പഞ്ചായത്തിലെ ബളാംതോട് താമസിക്കുന്ന മുൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനും ലാൻഡ് സർവേയറുമായ വിജയ് പനത്തടിയാണ് ഈ കുള്ളൻ ആടുകളെ വളർത്തുന്നത്. 10 കുള്ളൻ ആടുകളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വളർത്തുമൃഗങ്ങളായുള്ളത്. കുള്ളൻ പശുക്കളെ പോലെ തന്നെ കാസർഗോഡിന്റെ സ്വന്തം പൈതൃകമാണ് കുള്ളൻ ആടുകളും എന്ന് വിജയ് പനത്തടി പറയുന്നു. ഇത് കാസർഗോഡൻ കുള്ളൻ ആടെന്ന് പറയുന്നൊരു ടൈപ്പാണ്. കാസർഗോഡൻ കുള്ളനാണ്. അതായത് കാസർഗോഡൻ കുള്ളം പശു പോലെ തന്നെ ഈ കാസർഗോഡ് ജില്ലയുടെ വ്യത്യസ്തതയിലൊന്നാണ് കാസർഗോഡൻ കുള്ളനാട്.
ഇവിടെ കുള്ളൻ ടൈപ്പിൽപ്പെട്ട ഒരുപാട് ജീവികൾ, കുട്ടി മനുഷ്യർ വരെ ഉണ്ട്. കുള്ളൻ മനുഷ്യർ, ചെറിയ 2 അടി മനുഷ്യർ വരെ ഇവിടെ ഉണ്ട്. അത് ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കാണുന്നതാണ്. പിന്നെ ഇവിടെ പിന്നെ കാണുന്നത് ഈ പശ്ചിമഘട്ടത്തിലാണ്, ഈ കേരള കർണാടക അതിർത്തി പശ്ചിമഘട്ടത്തിലാണ് പിന്നെ ഇന്ത്യയിൽ കാണുന്നത്. അതൊക്കെ ഇവിടെയുണ്ട്. ഈ ഭാഗത്ത് പുഴക്കരയൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ രാത്രി കാലങ്ങളിൽ. ഇതിപ്പോൾ കാസർഗോഡ് കുള്ളനാണ്. 1.5 അടി പൊക്കവും 2 അടി നീളവും മാത്രമാണ് അതിനുള്ളത്. ഇതിൻ്റെ പെണ്ണാടിന് 4 മുലയുണ്ട്. മറ്റ് വലിയ ആടുകൾക്കൊക്കെ 2 മുലകളേ ഉള്ളൂ. അതിൻ്റെ ഒരു വ്യത്യസ്തതയാണ്. അതുപോലെ പാല് നല്ല കൊഴുത്ത പാല്, മറ്റാടുകളെ പോലെ ഇതിന് ഈ ദുർഗന്ധമൊന്നുമില്ല പാലിന്. പ്രായപൂർത്തിയായ കുള്ളനാടിന് 2.5 അടി നീളം മാത്രമാണുള്ളത്. പൂച്ചകളെ പോലെ ഇണങ്ങി ഒരു ശല്യവുമില്ലാതെ കൂടെ നടക്കും. എന്നാൽ അപരിചിതർ പിടിക്കാൻ ചെന്നാൽ കടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്യും. തൂക്കത്തിൽ മുൻപന്തിയിലാണ് ഇവർ. 30 കിലോയോളം തൂക്കം വരും കുള്ളൻ ആടുകൾക്ക്. നല്ല കൊഴുപ്പുള്ള പാലും ഔഷധ ഗുണവും സ്വാദിഷ്ടവുമായ ഇറച്ചിയും ഇതിന്റെ പ്രത്യേകതയാണ്. യാതൊരു ദുർഗന്ധവുമില്ലാത്തതാണ് ഇതിന്റെ പാല്. പണ്ടുകാലത്ത് കുള്ളനാടുകൾ കാസർഗോഡ് ജില്ലയിൽ ധാരാളമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അന്യമാവുകയാണ് കുള്ളനാടുകൾ. കുള്ളൻ പശുക്കളെ പ്രശസ്തമാക്കിയതുപോലെ കുള്ളൻ ആടുകളെയും പ്രശസ്തമാക്കാൻ മാധ്യമങ്ങൾ തയ്യാറാകണമെന്നും വിജയ് പനത്തടി പറയുന്നു. കുള്ളൻ മൃഗങ്ങൾ എന്നും നമ്മളിൽ കൗതുകമുണർത്തുന്നതാണ്. കാസർഗോഡ് ജില്ലയിലെ ഈ കുള്ളൻ ആടുകളും നമ്മളിൽ ഏറെ കൗതുകമുണർത്തിയിരിക്കുകയാണ്. രാജേഷ് ഓട്ടമല, ന്യൂസ് ബ്യൂറോ, പനത്തടി. ആരോഗ്യ സംരക്ഷണ സന്ദേശമുയർത്തി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ നേതൃത്വത്തിൽ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളെ ബന്ധിപ്പിച്ച് സൈക്കിൾ റൈഡ് നടത്തി. ഫിറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റൈഡിൽ 30-ൽ പരം പേർ പങ്കെടുത്തു. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ തലശ്ശേരി കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ സംരക്ഷണ സന്ദേശമുയർത്തിയാണ് തൃക്കരിപ്പൂരിൽ നിന്ന് കവായി കാലിക്കടപ്പുറത്തേക്ക് സൈക്കിൾ റൈഡ് നടത്തിയത്. ഫിറ്റ് ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച റൈഡിൽ 30-ൽ പരം പേർ പങ്കെടുത്തു. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം ഫ്ളാഗ് ഓഫ് ചെയ്തു. തലശ്ശേരി സായി കേന്ദ്രം ഡയറക്ടർ TC മനോജ് അധ്യക്ഷത വഹിച്ചു. ജിംനാസ്റ്റിക് കോച്ച് ധരംവീർ, ഗുസ്തി കോച്ച് വൈഷ്ണവി യാദവ് എന്നിവർ സംസാരിച്ചു. റൈഡിന് ഡോക്ടർ T അബ്ദുൾ ജലീൽ, ഡോക്ടർ PK ജയകൃഷ്ണൻ, ഇർഷാദ് ഇസ്മയിൽ, അനൂപ് കല്ലത്ത്, റഹ്മാൻ കാങ്കോൽ, ഷബീർ മാട്ടൂൽ, ഹക്കീം അപ്സര, മുസ്തഫ മാത്താണ്ടൻ, സരിത് ഏഴിമല എന്നിവർ നേതൃത്വം നൽകി. ഫിറ്റ്നസിന്റെ മെസ്സേജ് എത്തിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫിറ്റ്നസ് കൂട്ടിയിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ പറയേണ്ട കാര്യങ്ങളില്ല. ഫിറ്റ്നസിൻ്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ സൺഡേ സൈക്കിൾ 3-4 മാസം മുമ്പാണ് തുടങ്ങിയത് ഡൽഹിയിൽ. എല്ലാ സൺഡേകളിലും സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തും സൺഡേ ഓൺ സൈക്കിൾ നടത്തുന്നുണ്ട്. ഈ ആഴ്ച നടത്തുന്നത് ഞങ്ങൾ ഓരോ ആഴ്ചകളിലും നമ്മൾ മത്സരം അല്ലെങ്കിൽ സൈക്ലിംഗ് നടത്തുന്ന കഴിഞ്ഞ ആഴ്ച ടീച്ചേഴ്സിനോട് കെയർ ഓഫ് കൂടുതൽ എടുത്തുകൊണ്ടായിരുന്നു. അതിനു മുമ്പ് ഇപ്പോൾ 25 ജേർണലിസ്റ്റുകളുടെ കൂടി ചേർത്തിട്ടാണ്, ഡോക്ടേഴ്സിനെ ചേർത്തിട്ട് IMA ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തിയിരുന്നു. കവായിൽ നടന്ന സമാപന സമ്മേളനം പയ്യന്നൂർ നഗരസഭാ കൗൺസിലർ N നസീമ ഉദ്ഘാടനം ചെയ്തു. അബൂബക്കർ കവായി, NKP ഇംതിയാസ് അഹമ്മദ് എന്നിവരെ അനുമോദിച്ചു. സെക്രട്ടറി അരുൺ നാരായണൻ സംസാരിച്ചു. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരിയ പോട്ടറി വർക്കേഴ്സ് കോട്ടേജ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നബാർഡ് ധനസഹായത്തോടെയുള്ള നവീകരണ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. പെരിയ പോട്ടറി വർക്കേഴ്സ് കോട്ടേജ് ഇൻഡസ്ട്രിയൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നബാർഡ് ധനസഹായത്തോടെയുള്ള നവീകരണ പ്രവർത്തനോദ്ഘാടനം നടന്നു. ജില്ലാ കളക്ടർ K ഇമ്പശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്ന് വളരെ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് ഒരു ആൾക്കും ഒരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നീടാണ് DDM, നമ്മുടെ നബാർഡിന്റെ DDM വളരെ ആക്റ്റീവാണ്. നമ്മുടെ കാസർഗോഡിന് വേണ്ടി ഒത്തിരി പ്രോജക്ട്സ് ഒത്തിരി മേഖലകളിൽ ഇടപെട്ട് അദ്ദേഹം തന്നെ സ്വമമായിട്ട് വന്ന് സ്വമേധയായിട്ട് ഇതെടുത്ത് ആളുകളോട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം വിളിച്ച് പറഞ്ഞു, ഇതുമാതിരി പോട്ടറി സൊസൈറ്റിക്ക് നമ്മൾ ഇത്ര എമൗണ്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് ഞാൻ വരാമെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ജനറൽ മാനേജർ അദ്ദേഹത്തിന് ഒരു പ്രത്യേക താല്പര്യം എടുത്തിട്ടാണ് ഈ ഒരു പോട്ടറി എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണം എന്ന് അദ്ദേഹം. പെരിയ പോട്ടറി സൊസൈറ്റി പ്രസിഡന്റ് TV മോഹനൻ അധ്യക്ഷത വഹിച്ചു. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഷാരോൺ വാസ് KS,
കെ സജിത് കുമാർ, പി സുഭാഷ്, സുമാ കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എം ഭാസ്കരൻ സ്വാഗതവും പി വിജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുടുംബസുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾക്കുള്ള ധനസഹായ വിതരണം നടന്നു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ധനസഹായ വിതരണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഹോട്ടൽ ഉടമകൾക്കും തൊഴിലാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി നടപ്പിലാക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ മരണമടഞ്ഞവരുടെ 3 കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകി. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ചാണ് തുക കൈമാറിയത്. സഹായധന വിതരണ ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്തു. ഈ സഹായം ആരെങ്കിലും ഒരാൾ മരിക്കുമ്പോൾ 100 എന്നുള്ളത് മാറ്റി മാസം 100 രൂപ വെച്ച് വാങ്ങിച്ചിട്ട് രോഗഗ്രസ്തരായി കിടക്കുന്ന ആളുകൾക്ക്, കിടപ്പ് രോഗികൾക്ക് കൂടി ചികിത്സിക്കാൻ ആവശ്യമായ പണം ഈ ഹോട്ടൽ ആൻഡ് റെസിഡൻസ് അസോസിയേഷൻ കൊടുക്കാൻ തയ്യാറാകണം. സംഘടന ഉണ്ടെങ്കിൽ അതിൽ അംഗത്വം എടുത്താൽ ഇത്തരം ചില ഗുണങ്ങൾ സംഘടനയിലൂടെ നിങ്ങൾ കിട്ടും. അപ്പോൾ ഇതൊരു വലിയ മഹത്തായ സംരംഭമാണ്. ജീവകാരുണ്യ പ്രവർത്തനം, ഇംഗ്ലീഷിൽ ന്യൂട്ടൺസ് ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ, സംസ്ഥാന ട്രഷറർ ഷെരീഫ്, വർക്കിംഗ് പ്രസിഡന്റ് ബിജുലാൻ G. സുകുണൻ, റോയി മഡോണ, ഷിനോജ് റഹ്മാൻ, നാസർ താജ്, സമദ് മലപ്പുറം, രഘുവീർ പൈ, ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര, പദ്ധതി ജില്ലാ ചെയർമാൻ രാജൻ കളക്കര എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസിന്റെ സഹകരണത്തോടെ ജില്ലാ ജയിലിൽ സംഘടിപ്പിച്ച യോഗ ദിനചര്യയിലേക്ക് എന്ന പരിപാടി ശ്രദ്ധേയമായി. നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുത്തു. കേരള പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസും ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയും ചേർന്ന് കാസർഗോഡ് ജില്ലാ ജയിലിൽ സംഘടിപ്പിച്ച യോഗ ദിനചര്യയിലേക്ക് എന്ന പരിപാടി സാമൂഹിക പുനരധിവാസത്തിന്റെ മികച്ച മാതൃകയായി മാറി. കസ്റ്റഡി, തിരുത്തൽ, നവീകരണം, പുനരധിവാസം എന്ന ആശയത്തെ ആസ്പദമാക്കി നടന്ന ഈ പരിപാടിയിൽ ശ്രീ പതഞ്ജലി മഹർഷി നാച്ചുറോപ്പതി ആൻഡ് യോഗ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിയും ബാച്ചലർ ഓഫ് നാച്ചുറോപ്പതിക് ആൻഡ് യോഗിക് സയൻസ് ബിരുദധാരിയുമായ കൊമരഗിരി ദേവ് നിഖിൽ നേതൃത്വം വഹിച്ചു. യോഗ ഒരു ജീവിതശൈലിയാണ്. അത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒരുപോലെ സംരക്ഷിക്കുകയും സമന്വയിപ്പിക്കുകയും ചെയ്യുന്നു എന്ന സന്ദേശം പങ്കുവച്ചതോടെ പ്രോഗ്രാം തടവുകാരിലും ഉദ്യോഗസ്ഥരിലും വലിയ പ്രചോദനം സൃഷ്ടിച്ചു. ബെറ്റർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന്റെ ഭാഗമായി വിവിധ കോളേജുകളിൽ നിന്നുള്ള സാമൂഹിക സേവന വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കാളികളായി. പരിപാടിയുടെ ഭാഗമായി ജില്ലാ ജയിൽ സൂപ്രണ്ട് സൂരജ് VV ജയിൽ സംവിധാനം, പുനരധിവാസ പദ്ധതികൾ, മനുഷ്യാവകാശ സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ശ്രീ പതഞ്ജലി മഹർഷി നാച്ചുറോപ്പതി ആൻഡ് യോഗ മെഡിക്കൽ കോളേജ്, സെന്റ് ജോസഫ്സ് കോളേജ് പിലാത്തറ, ഭാരതമാതാ കോളേജ് തൃക്കാക്കര, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം മുതലായ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളായ കൊമരഗിരി ദേവ് നിഖിൽ, അഭിനവ് R. ഗോപാൽ, ഇജോ സെബാസ്റ്റ്യൻ, രഘുന രഘുനാഥ്, റെനീഷ K, ഷിറിൻ സിറാജ് K, ഹിബ അരീക്കൽ, അദീബ VA എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വെൽഫെയർ ഭവൻ കാസർഗോഡ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BP ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ ആദ്യമായാണ് തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ഓഫീസുകൾ സർക്കാർ സ്ഥാപനത്തിലേക്ക് മാറ്റിയിരിക്കുന്നത്. കേരള തൊഴിലും നൈപുണ്യവും വകുപ്പിന്റെ കീഴിലുള്ള തൊഴിലാളി ക്ഷേമ ബോർഡിന്റെയും ഇൻഫോർമേഷൻ ടെക്നോളജി വെൽഫെയർ ബോർഡിന്റെയും പുതിയ ജില്ലാതല ഓഫീസ് വെൽഫെയർ ഭവൻ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയുടെ വളർച്ച കൂടിയാണ്. ഓരോ പീഡിക തൊഴിലാളികളും നിങ്ങളെടുക്കുന്ന എഫർട്ട് വളരെ വലുതാണ്. നിങ്ങളുടെ വേർപ്പ് പോകുന്ന നമ്മുടെ ജില്ലയുടെ സാമൂഹ്യ സാമ്പത്തിക വളർച്ചയിലേക്കാണ്. കാരണം ഓരോ ഷോപ്സിൻ്റെയും വളർച്ച നിങ്ങളുടെയും കൂടി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്, നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ്. അങ്ങനെയാണ് ഓരോ ഷോപ്പും വളർന്നു വരുന്നത്. ആ ചെറിയ ചെറിയ ഷോപ്പുകളാണ് നമ്മൾ ജില്ലാ പഞ്ചായത്ത് സംരംഭക മീറ്റൊക്കെ തന്നെ വെച്ചുകൊണ്ട് വലിയ വലിയ പ്രോജക്റ്റുകൾ. കാരണം പണ്ടത്തെ പോലെ വലിയ വ്യവസായങ്ങളല്ല. പണ്ട് നമ്മൾ 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ടിലൊക്കെ തന്നെ വലിയ വ്യവസായം എന്ന് പറഞ്ഞാൽ സംരംഭങ്ങളൊക്കെ ഇന്ന് ചെറുകിട സംരംഭങ്ങളായി മാറിയിരിക്കുകയാണ്. ആ ചെറുകിട സംരംഭങ്ങളാണ് ഇന്ന് നാടിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമേകുന്നത്, മുതൽക്കൂട്ടാവുന്നത്. ആ ചെറുകിട സംരംഭങ്ങളെ ഒക്കെ തന്നെ നമ്മൾ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒക്കെ തന്നെ നടത്തിക്കൊണ്ടാണ് അവർക്ക് ആവശ്യമായ സ്ഥലവും സൗകര്യവും ഒക്കെ തന്നെ കൊടുക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ജില്ലയിലേക്ക് ഒരുപാട് ചെറുകിട സംരംഭങ്ങൾ വരാൻ തയ്യാറായിട്ടുണ്ട്.
ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കളക്ടറേറ്റിൽ സംഘടിപ്പിച്ച നേത്രപരിശോധനാ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ ഉദ്ഘാടനം ചെയ്തു. 261 പേർ ക്യാമ്പിൽ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി നടന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിനിൽ വിദ്യാനഗർ SI പ്രതീഷ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ചെയർമാൻ K. രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് K. അഹമ്മദ് ഷെരീഫ്, ബോർഡ് ഡയറക്ടർമാരായ അഡ്വക്കേറ്റ് S. കൃഷ്ണമൂർത്തി, G. ജയപാൽ, P. സുബ്രഹ്മണ്യൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ജില്ലാ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ K. രവീന്ദ്രൻ, ബിജു ഉണ്ണിത്താൻ, K. J. സജി, സുരേഷ് കുമാർ, അഷ്റഫ് എടനീർ, മുഹമ്മദ് റിയാസ്, നാരായണ പൂജാരി, G. B. നാരായണൻ, K. രാജേന്ദ്രൻ, ഹരിഹര സുധൻ, രാജേഷ് PK, ഹസ്സൻ MS, ഹനീഫ് കടപ്പുറം, അബു യാസിർ KP, ഹരീഷ് പാലക്കുന്ന്, ഫാസിൽ T, അബ്ദുള്ള സൽമാൻ, കൃഷ്ണവർമ്മ രാജ, സുമേഷ് PK, തങ്കമണി, ശോഭലത എന്നിവർ പങ്കെടുത്തു. പരിപാടിയിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഷമീം അഹമ്മദ് I സ്വാഗതവും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ V. അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പാക്കം പള്ളിപ്പുഴ ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 40ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. പാക്കം പള്ളിപ്പുഴ ജ്യോതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 40ാം വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് നടന്നത്. ഉദുമ MLA അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഉദാഹരണം കൊടുക്കാം. ഫ്യൂഡൽ കാലഘട്ടത്തിൽ മനുഷ്യൻ ഉയർന്ന ജാതിക്കാരനെന്നും താഴ്ന്ന ജാതിക്കാരനെന്നും വിഭജനമുണ്ടായി, കൽപ്പനകളും ഉണ്ടായി. ആ കൽപ്പനകൾ എന്താ? ഇന്ന ജാതിക്കാരൻ നടക്കുന്ന വഴിയിലൂടെ മറ്റൊരു ഇന്ന ജാതിക്കാരൻ നടക്കാൻ പാടില്ല, ഉയർന്ന ജാതിക്കാരൻ നടക്കുന്ന വഴിയിലൂടെ താഴ്ന്ന ജാതിക്കാരൻ പോകാൻ പാടില്ല. അപ്പോൾ താഴ്ന്ന ജാതിക്കാരന് ഒരു ബോധമുണ്ട്, ഞാൻ അതിൽ പോകാൻ പാടില്ല. ഉയർന്ന ജാതിക്കാരന് ഒരു ബോധമുണ്ട്, ഞാൻ പോകുന്ന വഴിക്ക് മറ്റൊരെ കാണാൻ പാടില്ല. അങ്ങനെ കണ്ടാൽ അവന് തല്ലും കൊള്ളും, അവനെ ഓടിക്കുകയും ചെയ്യും, ചിലപ്പോൾ കൊല്ലുകയും ചെയ്യും. അതിനൊന്നും ചോദ്യമില്ല. പഞ്ചായത്ത് പ്രസിഡന്റ് M. കുമാരൻ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KV ജയശ്രീ, P. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. K. ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് വിവിധ നൃത്ത പരിപാടികളും ചിലമ്പൊലി നാട്ടറിവ് പഠന കേന്ദ്രത്തിന്റെ ഗോത്രപ്പെരുമ നാടൻ കലാമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹാകവി P. സാഹിത്യ പുരസ്കാരം C. രശ്മിക്ക് മെയ് 25 വൈകിട്ട് 4 മണിക്ക് P. സ്മാരക മന്ദിരത്തിൽ എഴുത്തുകാരൻ മാങ്ങാട് രത്നാകരൻ നിർവഹിക്കും. വെള്ളിക്കുത്ത് നെഹ്റു ബാലവേദി സർഗവേദി പ്രഥമ വിദ്വാൻ P. പുരസ്കാര വിതരണവും 45ാമത് വാർഷികാഘോഷവും നടന്നു. യങ് മെൻസ് ക്ലബിൽ നടന്ന പരിപാടി പ്രശസ്ത എഴുത്തുകാരൻ CV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സമ്മർ ആർട്സ് എക്സിബിഷന് തുടക്കമായി. കാഞ്ഞങ്ങാട് ലളിതകലാ അക്കാദമി ആർട്സ് ഗാലറിയിലാണ് പ്രദർശനം ആരംഭിച്ചിരിക്കുന്നത്. യുവതിയും ഗർഭസ്ഥ ശിശുവും മരിച്ച സംഭവത്തിൽ നടപടി വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. മെയ് 15 വ്യാഴാഴ്ച കുടുംബവും കർമ്മസമിതിയും ആശുപത്രിക്ക് മുന്നിൽ നിരാഹാരമിരിക്കും. പ്രശസ്ത വിഷചികിത്സാ വിദഗ്ധനായ നീലീശ്വരം ചിറപ്പുറത്തെ ഡോക്ടർ ഹരിദാസ് വേർക്കോട്ട് അന്തരിച്ചു. കോഴിക്കോട് മകളുടെ വീട്ടിൽ വെച്ചായിരുന്നു മരണം. കാസർഗോഡ് ജില്ലയിൽ പാമ്പുകടിയേറ്റാൽ മതിയായ ചികിത്സയ്ക്ക് സൗകര്യമില്ലാതിരുന്ന കാലത്ത് ഏക ആശ്രയം ഡോക്ടർ ഹരിദാസിന്റെ ചിറപ്പുറത്തെ ക്ലിനിക്കായിരുന്നു. കൊളവയൽ അടിമയിൽ ശാക്തേയ ദേവി ക്ഷേത്രം പ്രതിഷ്ഠാദിന കളിയാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കിഴക്കുംകര ശ്രീ ചെരിച്ചൽ മുത്തപ്പൻ മടപ്പുര പ്രതിഷ്ഠാദിന തിരുവപ്പന വെള്ളാട്ട മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനം. മഹോത്സവത്തിന്റെ ഭാഗമായി തിരുവപ്പന വെള്ളാട്ടം അരങ്ങിലെത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.